അച്ഛന്മാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലം തുടങ്ങി ഇപ്പം കുറച്ച് മഴയൊക്കെ തോർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോകാമെന്നോർത്ത് എല്ലാവരും കൂടി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റേഡിയേറ്ററിൽ വെള്ളമൊക്കെ ഒഴിച്ചു സെറ്റായിട്ട് നിൽക്കുവാണ്. മുന്നേ നമ്മൾ ഈ സെയിം റൂട്ടിൽ തന്നെ പോയിട്ടുണ്ട്. ലക്ഷ്മിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. മുന്നേ പോയപ്പോൾ നമ്മുടെ കൂടെ കുറേ ഓഫ് റോഡ് ബൈക്കുകളെല്ലാം ഉണ്ടായിരുന്നു. നമ്മുടെ ഇത്തവണ നമ്മുടെ കൂടെ ഉള്ളത് ബ്ലാക്ക് ജീപ്പിലുള്ള കണ്ണനാണ്. പിന്നെ നമ്മുടെ ഈ റൂട്ടിൽ തന്നെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു ജീപ്പ് കൂടിയുണ്ട്. ഈ ഏരിയ മൊത്തം ഏലത്തോട്ടമാണ്. അപ്പോൾ ഏലത്തോട്ടത്തിലേക്ക് പണിക്കാരെയൊക്കെ ആയിട്ടാണ് മറ്റേ ജീപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിക്ക് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മിനിറ്റ് പോലും നിൽക്കാതെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. റൂട്ടിലാണെങ്കിൽ നല്ല രീതിക്ക് വെള്ളവും അതുപോലെ തന്നെ ചെളിയൊക്കെ ഉണ്ട്. നമ്മുടെ റൂട്ടിലെ ഒരു ടാസ്ക് പിടിച്ച ഏരിയയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് വേണ്ട, ഇതിൽ തന്നെ വന്നായി. അടിച്ചു കയറിപ്പോ. പോട്ടെ 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 പോട്ടെ, കാല് വർക്കില്ല. പോട്ടെ 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 പോട്ടെ. ആ നമ്മുടെ വണ്ടിയുടെ ടയറൊക്കെ നമ്മൾ ടോറസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി ഈസി ആയിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. പോയി തൂങ്ങണോ? അത് അതുകൂടെ തന്നെ ഇട്ടാ പോരെ? മേളിൽ കയറ്റിട്ടാലോ? ഈ കല്ലിന്റെ മണ്ടൽ. ആ ഓക്കെ, ഊടാക്കല്ലേ.
നമ്മുടെ ഈ റൂട്ടിലൊരു റിവർ ക്രോസാണ് ഇനിയുള്ളത്. അപ്പോൾ റിവർ ക്രോസിൽ ഇപ്പം വെള്ളം കുറവാണ്. നമുക്കിപ്പോൾ കടന്നു പോകുന്നതിൻ്റെ യാതൊരു റിസ്ക്കോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ നമുക്ക് ഈ റൂട്ടിൽ തന്നെ മൂന്നാറിലേക്ക് കയറി പോകണം. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടികൾ ഓരോന്നായിട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല രീതിക്ക് മണ്ണിൽ കിടിഞ്ഞ് മരമൊക്കെ വീണ് കിടപ്പുണ്ട്. ഒരു രീതിക്ക് നമുക്ക് നടന്നു പോലും കയറി പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് തിരിച്ചു പോകാമെന്ന് കരുതി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റിവർ ക്രോസിൻ്റെ അവിടെ എല്ലാം നല്ല രീതിക്ക് വെള്ളമാണ്. ഭയങ്കരമായിട്ട് മഴ പെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോകുന്നതും റിസ്ക് തന്നെയാണ്. അയ്യടി മാറിക്ക. വാ 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 വാ. ഈ സൈഡ് പിടിച്ചോ. ഈ നമ്മുടെ സൈഡ് പിടിക്കുന്നതന്നെ നല്ലത്. വണ്ടി കയറ്റിക്കൊണ്ട് പോകാനുള്ള പരമാവധി ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്നൊക്കെ നമ്മൾ കുറേ ഇടിച്ചിടുകയും അതുപോലെ കല്ലുകളൊക്കെ നീക്കി ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്ന ഹൗസിലെ വെള്ളം ഉപയോഗിച്ച് നമ്മൾ ചെളിയൊക്കെ കുറേയൊക്കെ ഒഴുകിക്കളയാനും നോക്കുന്നുണ്ട്. റിട്ടേൺ നമ്മൾ പോകുന്നത് നമുക്ക് നല്ലതല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഈ റൂട്ടിൽ കൂടെ തന്നെ തിരിച്ച് കയറി പോകാൻ വേണ്ടി നോക്കുന്നത്. തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റിവർ ക്രോസിൽ നല്ല രീതിക്ക് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതെ,
മണ്ടയിൽ ഇഷ്ടം പോലെ കല്ലോട്ട്. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയെങ്കിലും പോയി ഒരു ട്രാക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ വണ്ടികളും നമുക്ക് ആ ട്രാക്കിൽ കൂടെ കയറ്റിക്കൊണ്ട് വരാൻ പറ്റും. ഈ ഇല കണ്ടോ? എടാ ഈ കമ്പ് കണ്ടോ? ഈ കമ്പ് വാ 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 വാ. നീ അത് ആണല്ലേ? അവിടേക്ക് ഇവിടെ പറക്കിട്ട കറുപ്പ് ഒന്ന് തള്ളി ഒന്ന് ആ ആട്ടിയിട് 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 അതന്നെ. ഇല്ല ഇല്ല ചേട്ടേ അവനേട്ടേ അപ്പുറം ഒരു ഊടാ. അപ്പുറത്തെ ടയർ വെക്കണേ. ഏകദേശം 1 മീറ്ററും കൂടെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ സേഫായി, നമ്മുടെ വണ്ടികളെല്ലാം കയറിപ്പോവും. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ അപ്പു ബാക്കിയുള്ള വഴിയും കൂടെ നടന്നു പോയി നോക്കിയത്. അപ്പോഴാണ് 8ൻ്റെ പണി വേറെ നിൽപ്പുണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്തു നിന്ന് ഒരു 100 മീറ്റർ മാറി വീണ്ടും മണ്ണടിഞ്ഞ് വലിയ പാറ കഷ്ണങ്ങളൊക്കെ റോഡിലേക്ക് വന്ന് കിടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോകാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. തിരിച്ചിറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കരമായിട്ട് വെള്ളമാണ്. ഇതിൽ തന്നെ കൊണ്ടുപോയിക്കോളൂ. ആ പാത്തിൽ തന്നെ കൊണ്ടുപോയിക്കോ. അതായിരിക്കും നല്ലത്. അറിയില്ല, നീ ബൈക്ക് എടുക്കട്ടോ. അത് അങ്ങോട്ട് ഇറങ്ങി കറങ്ങും.
നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വഴിയെല്ലാം നല്ല രീതിക്ക് ചെളിയാണ്. നമ്മുടെ കൂടെയുള്ള ഒരു വണ്ടി സ്റ്റക്കായി നിൽക്കുകയാണ്. ഈ ഒരു ജീപ്പ് കുറച്ച് ദിവസങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഈ റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. എന്നിട്ട് പോലും ഇത് ഹൗസിംഗ് ഇടിച്ചിപ്പോൾ നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കയറ് വെച്ച് കെട്ടി വലിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മളെത്തി. മതി. ഓക്കെ, മതി. വേണി കുറച്ചോ ഇറക്കിക്കോ. പോട്ടെ. അടുത്ത ഫ്രണ്ട് ഇനിയിപ്പോ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ വണ്ടികളും സേഫായിട്ട് തിരിച്ച് മല ഇറങ്ങി താഴത്തേക്ക് എത്തി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.